ശ്രീ വിനു കിരിയത്ത് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെയും ഈ മലയാള സിനിമയിലെ പ്രശ്നങ്ങളെ പറ്റിയൊക്കെയുള്ള ചർച്ചകൾ അങ്ങ് പങ്കെടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വീണ്ടും ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ പരാതി വരുന്നു. ഷൈൻ ഹോട്ടലിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. ഇതൊക്കെ മലയാള സിനിമയെ തന്നെ ഇന്ത്യൻ സിനിമയ്ക്ക് മുന്നിൽ തീർച്ചയായും നാണം കെടുത്തുന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലൊക്കെ ഒരു തിരുത്തലുകൾ അതൊക്കെ വേഗത്തിൽ നടക്കും എന്നൊക്കെ പ്രതീക്ഷയുണ്ടോ? അതോ അവസാനം ഷൈനെ സംരക്ഷിക്കാൻ സിനിമയിൽ ഒരു കൂട്ടം ആളുകളും ഈ വിൻസി അവസരങ്ങളില്ലാതെ കഷ്ടപ്പെടുന്ന സ്ഥിതിയൊക്കെയാണോ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? അല്ല, തീർച്ചയായിട്ടും. അതിനുമ്പ് ഈ വിൻസി എന്ന് പറയുന്നത് ഒറ്റ പേരാണ് കേട്ടോ. നമ്മുടെ ചാനലില് വിൻ കഴിഞ്ഞിട്ട് സി ഗ്യാപ്പ് ഇട്ടാണ് കാണിച്ചത്. ഇൻഷ്യലല്ല, വിൻസി പേരാണ്. അവര് വിൻസി എന്നൊന്ന് പേര് മാറ്റി എന്ന് ഇടയ്ക്ക് പറഞ്ഞിരുന്നു, അതുകൊണ്ടാണ്. ഓക്കെ, ശരി. അപ്പൊ എന്തായാലും ഇപ്പൊ വിൻസി ഞാൻ മറ്റൊരു ചാനൽ ചർച്ചയിൽ പറഞ്ഞ ആ കുട്ടിയെ വളരെ അഭിനന്ദനം അർഹിക്കുന്നു. കാരണം തുറന്നു പറയുക, എനിക്ക് അവസരം നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് പറയുന്ന അവരെയൊക്കെയാണ് ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കേണ്ടതെന്ന് ഞാൻ പറയും. എന്റെ ഒരു ആർജവമായിരുന്നു ആ കുട്ടി. കാരണം ആ കുട്ടി ഒരുപാട് സിനിമകളൊന്നും വന്നില്ല. പക്ഷെ ഒരു ചർച്ചയിൽ ഞാൻ പറഞ്ഞു, താങ്കൾ പേര് പറയണം, ഇല്ലാത്ത പക്ഷം പലരെയും സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നത് ശരിയല്ല. എന്നിട്ട് ഞാൻ ജയൻ ചേർത്തലയുമായിട്ട് ഇന്നലെ സംസാരിച്ചപ്പോൾ ജയൻ ചേർത്തല പറഞ്ഞു തീർച്ചയായിട്ടും നടപടി ഉണ്ടാവും, പക്ഷെ ഏത് വ്യക്തിയെന്ന് ആ കുട്ടി പേര് തരുന്നില്ല. പക്ഷെ ഇന്ന് രാവിലെ മെയിൽ കൊടുത്തു. എന്തായാലും ജയൻ ചേർത്തല പറഞ്ഞ ശക്തമായ നടപടി എടുക്കും. അത് കുറച്ചു നാളത്തേക്കൊന്നും മാറ്റി നിർത്തുകയല്ല, ഒരു 2-3 കൊല്ലം. അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇൻഡസ്ട്രിക്ക് ദോഷം ചെയ്യുന്നവരെ പടിയടച്ച് വിണ്ടം വയ്ക്കണമെന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ സിനിമ. എന്നിട്ട് ഇതെന്താ ചെയ്യേണ്ടത്? ഒരു 2 കൊല്ലം നിർത്തിയതിനു ശേഷം ഇപ്പൊ നമുക്ക് ഒരുപാട് സാങ്കേതിക വിദ്യയുണ്ട് തെളിയിക്കാനായിട്ട്. 6 മാസം മുമ്പേ വരെ ഇത് ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് അതിന്റെ സർട്ടിഫിക്കറ്റായിട്ടൊക്കെ വരത്തുന്ന ഇവരൊക്കെ. എന്തിനാ ബാക്കിയുള്ളവരെയും കൂടെ ചീത്തയാവൂലേ ഈ ഇത്തരക്കാർ സിനിമയിൽ വന്നാല്? ഈ ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന വ്യക്തിയെ പിടിക്കുന്നതോടൊപ്പം ഇയാൾക്ക് ആരാണ് ലഹരി കൊടുക്കുന്നതെന്നും കൂടെ കണ്ടെത്തണം. നോക്കൂ, നമ്മുടെ ബഹുമാനപ്പെട്ട കോടതി ഇതേ ഷൈൻ ടോം ചാക്കോയുടെ കേസിൽ പോലീസിനെ അതിരൂക്ഷമായി വിമർശിച്ചിട്ട് കുറച്ച് ദിവസമേ ആയുള്ളൂ. കോടതിയുടെ മുമ്പിൽ തെളിവുകളാണ് അനിവാര്യം, പക്ഷെ തെളിവുകളൊന്നും പോലീസ് കൊടുക്കുന്നില്ല. പിന്നെ എങ്ങനെ ശിക്ഷിക്കും? അപ്പോൾ അത് ഉന്നതന് ന്യായീകരിച്ചുകൊണ്ടുള്ള FIR ഒന്നും ഇടാതെ ഇതിന് അതിശക്തമായി ആ റൂമിൽ നിന്ന് എന്തിനാ ഓടിയത്? മടിയിൽ ഖനമുള്ളവനല്ലേ ഓടുകയുള്ളൂ, അയക്കുള്ളൂ. 3ാമത്തെ നിലയിൽ നിന്ന് സൺഷെയ്ഡ് ചാടി, അവിടുന്ന് പാരപ്പറ്റ് മറ്റേ ഷീറ്റിൽ ചാടി, അത് പൊട്ടിച്ച് വെള്ളത്തിൽ ചാടി. നമ്മൾ പണ്ട് സിനിമകളിൽ കണ്ടിട്ടുണ്ടല്ലേ, ലഹരി പിടിക്കാൻ വരുമ്പോ ഡോറിലെ ലെൻസിൽ കൂടെ നോക്കിയിട്ട് നായകൻ അല്ലെങ്കിൽ വില്ലൻ ഇറങ്ങി ഓടുന്നത്. ഇതിപ്പോ റിയലായിട്ട് അത് സംഭവിച്ചിരിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും ആ കുട്ടിയെ ചേർത്ത് നിർത്തണം എന്നാണ് ഞാൻ പറയുന്നത്. അവസരങ്ങൾ നഷ്ടപ്പെടുത്തുകയല്ല വേണ്ടത്. ആ കുട്ടിയുടെ ആർജവത്തിന് നല്ല സംവിധായകരും നല്ല തിരക്കഥാകൃത്തുക്കളും നല്ല നിർമ്മാതാക്കളും ആ കുട്ടിക്ക് കൂടുതൽ അവസരം കൊടുക്കണം. തീർച്ചയായിട്ടും അത്ര ഒരു ഇടപെടൽ മലയാള സിനിമയിൽ ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. അതിനെല്ലാവിധ രീതിയിലുള്ള അന്വേഷണം ഉണ്ടാകുമെന്നാണ് അമ്മ സംഘടന, ഫിലിം ചേംബർ തുടങ്ങിയിട്ടുള്ള സംഘടനകൾ പറയുന്നത്.